ദിവസമായിരുന്നു നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയത്. മലയാളികൾ ഒന്നടങ്കം കാത്തിരുന്ന ഒരു നിമിഷമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ദിയയുടെ പ്രസവ കാലഘട്ടം ഒരു ആഘോഷമായാണ് കുടുംബം ഒന്നാകെ കൊണ്ടാടിയത്. ഒരുപക്ഷെ ഒരു കൂട്ടം മലയാളികൾ കണ്ട ലൈവ് പ്രസവം ദിയയുടേത് തന്നെയാണെന്ന് പറയാം. എന്നാൽ ഒരിടത്ത് മുഖം കാണിക്കാത്ത ചില മലയാളികൾ വീഡിയോയ്ക്ക് താഴെ മോശം കമന്റുകളുമായി പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിലും നല്ലൊരു മലയാളി സമൂഹം ദിയയുടെ പ്രസവത്തെ ആഘോഷമാക്കി കഴിഞ്ഞു. എന്തായാലും ദിയ കൃഷ്ണയുടെ പ്രസവത്തിന്റെ വീഡിയോ യൂട്യൂബിൽ ട്രെൻഡിംഗ് ആണ്. മലയാളികൾ ആ വീഡിയോ ഏറ്റെടുത്തു കഴിഞ്ഞു. ദിയ കൃഷ്ണയും പ്രസവ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ആദ്യമായി പ്രസവ വീഡിയോ ചിത്രീകരിച്ച ശ്വേതാ മേനോനാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. 13 വർഷം മുൻപ് ഒരു പ്രസവ വീഡിയോ ചിത്രീകരിച്ചപ്പോൾ ശ്വേതയ്ക്ക് നേരെ ഉയർന്ന വിമർശനം ചെറുതൊന്നുമായിരുന്നില്ല. കളിമൺ എന്ന ചിത്രത്തിനു വേണ്ടിയായിരുന്നു ശ്വേത തന്റെ പ്രസവരംഗം ചിത്രീകരിക്കാൻ അനുവദിച്ചത്. എന്നാൽ ഇത് വൻ വിമർശനങ്ങൾക്കാണ് വഴിവെച്ചത്. സാധാരണ ഒരു മലയാളിക്ക് അത്തരത്തിലൊരു രംഗമോ ചിത്രീകരണമോ ഉൾക്കൊള്ളാൻ ആയിക്കൊള്ളണമെന്നില്ല. അത്രയ്ക്ക് വിശാലതയൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പ്രസവം എന്ന പ്രക്രിയയെ സിനിമ പോലൊരു മാധ്യമത്തിൽ വിൽപ്പനച്ചരക്കാക്കി മാറ്റിയെന്ന് പറഞ്ഞ് ചിത്രത്തിന്റെ സംവിധായകൻ ബ്ലെസിയും ശ്വേതാ മേനോനും ആ സമയത്ത് വലിയ വിമർശനം നേരിട്ടിരുന്നു. ഇത്തരമൊരു പ്രക്രിയ ധാർമ്മികതയുടെ അതിരുകൾ ലംഘിച്ചെന്നായിരുന്നു ഭരണതലത്തിൽ നിന്നുവരെയുണ്ടായ വിമർശനം. മാത്രമല്ല, പ്രസവ സമയത്ത് ശ്വേതയുടെ ഭർത്താവ് ശ്രീവത്സൻ ജെ മേനോൻ ലേബർ റൂമിൽ ഉണ്ടായിരുന്നത് പോലും അന്നത്തെ മലയാളി സമൂഹത്തിന് ഉൾക്കൊള്ളാനായിരുന്നില്ല. വിമർശനങ്ങളെ തുടർന്ന് പ്രസവത്തിന്റെ പല ഭാഗങ്ങളും കളിമണ്ണ് എന്ന സിനിമയിൽ നിന്ന് ഒഴിവാക്കിയെങ്കിലും പ്രശസ്തിക്ക് വേണ്ടി പ്രസവം വരെ ലൈവായി ചിത്രീകരിച്ചവളെന്ന പരിഹാസം കാലങ്ങളോളം കേട്ട വ്യക്തി തന്നെയാണ് ശ്വേതാ മേനോൻ. എന്നാൽ 13 വർഷങ്ങൾക്കിപ്പുറം ഉണ്ടായ മാറ്റം എന്തെന്നാൽ പ്രസവത്തിന്റെ ലൈവ് ചിത്രീകരണമൊക്കെ മലയാളി വളരെ പോസിറ്റീവായി കാണാൻ തുടങ്ങിയിരിക്കുന്നു എന്നതാണ്. ദിയയുടെ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റുകൾ വ്യക്തമാക്കുന്നത് മാറ്റത്തിന്റെ സൂചന തന്നെയാണ്. ദിയയ്ക്കുണ്ടായ ആൺകുഞ്ഞ് തങ്ങളുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വത്തിൽ സംരക്ഷണത്തിൽ വളരേണ്ടതാണ് എന്നൊരു ഉൾബോധം ആ പ്രസവ മുറിയിൽ നിന്നിരുന്ന അവളുടെ പ്രിയപ്പെട്ട മുഴുവൻ മനുഷ്യർക്കും തോന്നിയിരിക്കും. യഥാർത്ഥത്തിൽ പ്രസവ സമയത്ത് പ്രിയപ്പെട്ടവർ ഒപ്പമുണ്ടാകുന്നത് വളരെ വലിയ ആശ്വാസമാണെന്ന് പല സ്ത്രീകളും സമൂഹ മാധ്യമത്തിലൂടെ അഭിപ്രായപ്പെടുന്നുണ്ട്. പ്രസവം എന്നത് ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള ഒരു പോരാട്ടമാണെന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തി ഒന്നുമില്ല. അത്രയും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിൽ പ്രിയപ്പെട്ടവർ എല്ലാം ഒപ്പമുണ്ടാകുന്നതിനെ ഭാഗ്യമെന്നല്ലാതെ മറ്റ് എന്താണ് പറയുക?